പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ നിത്യവുമായി ഭരിച്ചിടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. അബ്രാഹത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെയും യാക്കോബ് യൂദയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ ജനിച്ച പേരസിന്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പേരസ് ഹെസ്രോന്റെയും ഹെസ്രോൻ ആരാമിന്റെയും പിതാവായിരുന്നു. ആരാം അമിതാവിന്റെയും അമിതാവ് നാഹോറിന്റെയും നാഹോർ സൽമോന്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിന്റെയും ബോവാസ് റൂത്തിൽ ജനിച്ച ഒബാദിന്റെയും ഉബാദ ജെസയുടെയും ജെസ ദാവീദ് രാജാവിന്റെ പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമന്റെ പിതാവായിരുന്നു. സോളമൻ റഹോബാവിന്റെയും റഹോബാവ് അബിയായുടെയും അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസിയ യോഫാസിന്റെയും യോഫാബാത്ത് റഹോബാവിന്റെയും യോറാം ഓസായുടെയും ഓസിയ ജോദാമിന്റെയും ജോദാം ആഹാസിന്റെയും ആഹാസ് ഹെസക്കിയായുടെയും ഹെസക്കിയ മനാസിയുടെയും മനേസ ആമോസിന്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യെക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യെക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സലാത്തിയോണിന്റെയും സലാത്തിയോൻ സെറബോവിന്റെയും പിതാവായിരുന്നു. സെറബോൻ ബാബോൻ അബിയോദിന്റെയും അബിയോദ് എലിയാക്കിന്റെയും എലിയാക്കിം ആഹോറിന്റെയും ആഹോർ സദോക്കിന്റെയും സദോക് അക്കീമിന്റെയും അക്കീം എലിയുദിന്റെയും എലിയുദ് എലിയാസിന്റെയും എലിയാസർ മദാന്റെയും മദാൻ യാക്കോബിന്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഈശോ മിശിഹായിലേറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആരാധനക്രമ വത്സരത്തിലെ ഏലിയ സ്ലീവ മൂശ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന തിരുനാൾ ദിനത്തിലാണ് ഈ ഒരു സായാഹ്നത്തിൽ നാം ഓരോരുത്തരുമായിരിക്കുന്നത്. നമ്മുടെയൊക്കെ സ്വന്തം അമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ ജന്മദിനത്തിന്റെ തിരുനാൾ ആഘോഷമാണ് തിരുസഭ ഇന്നേ ദിവസം ആഘോഷിക്കുന്നത്. സ്വന്തമായതുകൊണ്ടാണ് നല്ല അർത്ഥവത്തായിട്ട് ഈ ഒരു തിരുനാൾ ആഘോഷിക്കുവാൻ നമ്മൾ ദേവാലയത്തിലേക്ക് ഓടിയെത്തുവാനുള്ള കാരണമെന്ന് പറയുന്നത്. കാരണം ഈ അമ്മ നമുക്ക് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. ബാക്കിയെല്ലാം അപ്രധാനമായതുകൊണ്ടാണ് ഈ ഒരു സായാഹ്നത്തിൽ ഈ ഒരു ദേവാലയത്തിൽ എത്തിച്ചേർന്ന് മാതാവിനെ മാധ്യസ്ഥം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ ബലി പങ്കെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ ജനനവുമായി ബന്ധപ്പെട്ട മാതാവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ചിന്തകൾ കൊണ്ട് നിറയ്ക്കുന്ന രീതിയിലുള്ള വചനഭാഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തില് ഇസഹാക്കിന്റെ ജനനത്തെ കുറിച്ചുള്ള ചിന്തകളാണ് പകർന്നു നൽകുന്നതെങ്കിൽ ലേഖന ഭാഗത്തും ഇതുപോലെ
ജനനങ്ങളെ കുറിച്ചുള്ള അറിയിപ്പുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ ഈശോയുടെ വംശാവലി ഗ്രന്ഥം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. സുവിശേഷം ആരംഭിക്കുന്നത് മത്തായി ശ്ലീഹായിൽ നിന്നാണെങ്കിൽ ആ മത്തായി ശ്ലീഹായുടെ 1-ാം അധ്യായം ആരംഭിക്കുന്നത് ഈശോയുടെ വംശാവലി ആരംഭിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് കടിച്ച പൊട്ടിയല്ലാത്ത ഇതുപോലെയുള്ള വാക്കുകളുള്ള ഈ പേരുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ബൈബിൾ ഭാഗത്ത് ഇതുപോലെയുള്ള ഈ വംശാവലി ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യേശുവിന്റെ തായ്വരി എങ്ങനെയാണ് കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ പോലും ദൈവജനത്തിന് മനസ്സിലാകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വംശാവലി കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള പ്ലാനോടും പദ്ധതിയോടും കൂടിയാണ് യേശുവിന്റെ ജനനം ദൈവം ആഗ്രഹിച്ച നിമിഷങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ വലിയ രഹസ്യം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു അമ്മയുടെ ജനനത്തിന് ഒരു നിയോഗം ഉണ്ടായിരുന്നു. ആ നിയോഗം എന്ന് പറയുന്നത് ദൈവമാതാവാകുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഈ ഭൂമിയിലുള്ള ജനനത്തിനും ഇതുപോലെയുള്ള ഒരു ദൈവിക പദ്ധതി, ദൈവികമായ ഒരു നിയോഗമുണ്ട് എന്നുള്ള കാര്യം ചേർത്ത് വെച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു നിയോഗം നിങ്ങളെ കൊണ്ട് മാത്രം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു വൈദികനായതുകൊണ്ട് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിന്റെ ആത്മീയ മേഖലകൾ മുഴുവനും ഒരു വികാരിച്ച് ഒരു ഇടവകയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന നിയോഗം എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു നിയോഗം നിങ്ങളുടെ ജീവിതകാലത്ത് ചെയ്തു തീർക്കുവാൻ വേണ്ടി ദൈവം നൽകിയിട്ടുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്തു തീർക്കുക എന്നുള്ളത് ദൈവം നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ ഭൂമിയിലെ വലിയ ഉത്തരവാദിത്വമാണ്. അത് നിങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ടാകാം, ചിലപ്പോൾ സമൂഹവുമായി ബന്ധപ്പെട്ടാവാം, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടാകാം. ഏത് സ്ഥലത്തായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവികമായ നിയോഗമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുക. ദൈവമാതാവാകുവാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ മുഴുവനും സഹനങ്ങൾ കടന്നു വന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും സുഖപ്രദമായ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിച്ച നല്ലൊരു കുടുംബത്തിന്റെ നല്ല ഒരു സുഖപ്രദമായ ജീവിത രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത രീതിയിലേക്ക് പിന്നീട് അവൾ കടന്നുപോയത്. വേദനകൾക്ക് മുകളിൽ വേദനകൾ എന്ന് പറയുന്നത് പോലെയാണ് മാതാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എപ്പോൾ സമ്മതം മൂളിയതിനു ശേഷം മുഴുവനും ജീവിതം മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും, സഹനങ്ങൾക്ക് മുകളിൽ സഹനമാണ് കടന്നു വന്നിരിക്കുന്നത്. എന്നിട്ട് പരാതി കൂടാതെ ഈ അമ്മ സഹിക്കുകയും ദൈവിക പദ്ധതി നിറവേറുവാനായിട്ട് ദൈവത്തോട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു അമ്മയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു അമ്മയാണ് നമുക്ക് അഭയ സങ്കേതമായിട്ട് എന്നും കൂടിയുള്ളത്. അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ, നാം ഒക്കെ ഒരു സങ്കടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ അമ്മയുടെ അടുക്കലേക്ക് ഓടിയെത്തുവാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ കൈകളിലേക്ക് കൊന്ത വാരിയെടുക്കുവാനുള്ള കാരണം അത് തന്നെയല്ലേ. ആ ജപമണികളിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ മനസ്സിന് ആശ്വാസം പകരുവാൻ എന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് സാധിക്കുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസമാണ് ജപമണികൾ നമ്മൾ കൈകളിലിട്ട് ഉരുട്ടുവാനുള്ള കാരണം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു അമ്മ നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ആശ്വാസം പകരുവാൻ കാരണമാകണം. ഈ തിരുനാൾ
അർത്ഥം വയ്ക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും ഉന്നം വയ്ക്കുന്നതും ഇത് തന്നെയാണ്. മക്കൾക്കൊരു ആവശ്യം വന്നാൽ ഒരു അമ്മ കൂടെയുണ്ട് എന്നുള്ള കാര്യം. ആരൊക്കെ നിന്നെ വെറുത്താലും ആരൊക്കെ നിന്നെ തിരസ്കരിച്ചാലും സ്വന്തമാക്കി ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മ കൂടെയുണ്ട് എന്നുള്ളതാ. ഈ ദേവാലയത്തിലേക്കും ദൈവിക സന്നിധിയിലേക്കും മാതാവിന്റെ രൂപത്തിന്റെ പക്കലേക്കും ജപമാല എടുക്കുന്ന കാര്യത്തിലേക്കുമൊക്കെ നമ്മെ ശ്രദ്ധ ചെലുത്തുന്ന കാര്യം എന്ന് പറയുന്നത്, മടിക്കാതെ ഈ ഒരു അമ്മയുടെ അടുക്കിലേക്ക് നടന്നെടുക്കുക എന്നുള്ളതാണ് ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ അമ്മയുടെ ജനന തിരുനാള് ഈ സായാഹ്നം നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായിട്ട് ഭവിക്കട്ടെ. ഏലിയാസ് കാലഘട്ടത്തിലെ ഈ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ദൈവാനുഗ്രഹം അമ്മ വഴി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ചോദിക്കാം, തരാതിരിക്കുകയില്ല. കാരണം നമ്മെ പൂർണ്ണമായിട്ട് അറിയുന്ന, നമ്മെ ഓരോരുത്തരെയും മനസ്സിലാക്കുന്ന ഒരു അമ്മയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ദൈവാനുഗ്രഹപ്രദമായ ഒരു തിരുനാൾ നമുക്ക് ഇന്നേ ദിവസം ആഘോഷിക്കുവാനും അനുഷ്ഠിക്കുവാനും സാധിക്കട്ടെ. നല്ലവനായ ദൈവം മാതാവിൻ്റെ മധ്യസ്ഥം വഴിയായിട്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.